നമസ്കാരം. നമ്മൾ ഇക്കോസിസ്റ്റം എന്ന ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയതല്ലേ. ഇക്കോസിസ്റ്റത്തിലെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ഇക്കോസിസ്റ്റമാണ് നിങ്ങൾ പഠിക്കുന്നത്. ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് ദി ഇക്കോസിസ്റ്റം ഫങ്ഷൻസ് ആസ് എ യൂണിറ്റ് ഇൻ വേരിയസ് ആസ്പെക്ട്സ്. 4 ആസ്പെക്റ്റുകളിലാണ് ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഒറ്റ യൂണിറ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 4 ആസ്പെക്റ്റുകൾ? പ്രൊഡക്ടിവിറ്റി, ഡികമ്പോസിഷൻ, എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻ സൈക്ലിംഗ്. അതിൽ പ്രൊഡക്ടിവിറ്റി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ആസ്പെക്റ്റായ ഡീകമ്പോസിഷനാണ്. നിങ്ങൾക്കറിയാം, ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഡീകമ്പോസിഷൻ അല്ലേ. വാട്ട് ഈസ് ഡീകമ്പോസിഷൻ? ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ ഇൻറ്റു സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ സിമ്പിളായിട്ടുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആക്കി, അകാർബണിക സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീകമ്പോസിഷൻ. ഏതൊക്കെ ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ഒക്കെ ആയിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. സോ ഡീകമ്പോസിഷൻ ഈസ് ദി breaking down of complex organic matter into simple inorganic substances like carbon dioxide, water and nutrients. ഏത് വസ്തുക്കളാണ് ഡീകമ്പോസിഷന് പോകുന്നത്? വിച്ച് ഈസ് ദ റോ മെറ്റീരിയൽ ഫോർ ഡീകമ്പോസിഷൻ? ദ റോ മെറ്റീരിയൽ ഫോർ ഡീകമ്പോസിഷൻ ഈസ് കോൾഡ് ഡെട്രിറ്റസ്. ഡികമ്പോസിഷന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഡെട്രിറ്റസ് എന്ന് പറയും. അപ്പോൾ ഏതൊക്കെ പദാർത്ഥങ്ങളാണ്, വസ്തുക്കളാണ് ഡെട്രിറ്റസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? നോക്കൂ, ഈ പിക്ചറിൽ കാണുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഡെഡ് പ്ലാന്റ് റിമൈൻസ്, ഒരു ഉണങ്ങിയ ഇല അല്ലെങ്കിൽ ഫ്ലവേഴ്സ്, ഡ്രൈഡ് ഫ്ലവേഴ്സ്, ബ്രാഞ്ചസ് ഓഫ് പ്ലാന്റ്സ്, ഇതൊക്കെ ഡിഫറെൻറ്റ് പ്ലാന്റ് റിമൈൻസ് വിച്ച് ആർ ഡെട്രിറ്റസ്. അതുപോലെ തന്നെ ആനിമൽ റിമൈൻസ്, ഡെഡ് ആനിമൽ പാർട്സ്, ഇതൊക്കെ ഡെട്രിറ്റസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഡെഡ് ആനിമൽ റിമൈൻസ് ആക്ട് ചെയ്യാറുണ്ട്, ഇൻക്ലൂഡിങ് ഫീക്കൽ മാറ്റർ വരെ, ആനിമൽസിൻ്റെ വിസർജ്യ വസ്തുക്കൾ വരെ ഡെട്രിറ്റസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വിച്ച് ആർ ദ raw materials for decomposition? Plant remains and animal remains. Plant remains ഏതൊക്കെയാണ് വരുന്നത്? It includes leaves, bark of the plants, flowers, etc. And animal remains including fecal matter act as detritus. Decomposition നടക്കുമ്പോൾ കുറേ സ്റ്റെപ്പുകളുണ്ട്. There are 5 important steps in the process of decomposition. കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിളായിട്ടുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആകുന്ന ഡികമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് 5 സ്റ്റെപ്പുകളിൽ കൂടിയാണ് നടക്കുന്നത്. ഏതൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. The important steps in decomposition are fragmentation, second one leaching, third catabolism, fourth one humidification and fifth one mineralization. FLCHM എന്ന് ഓർത്താൽ മതി. FLC ഫസ്റ്റ് F fragmentation, L leaching, C catabolism, H humidification, M mineralization. These are the important steps in the process of decomposition. ഈ 5 സ്റ്റെപ്പുകൾ കഴിയുമ്പോഴാണ് കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ട് മാറുന്നത്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഏതാണ്? എഫ്. ഏതാണ്? ഫ്രാഗ്മെൻറ്റേഷൻ. നോക്കൂ, ഡെട്രിറ്റസ് ആണ്
ഡിക്കമ്പോസിഷന് പോകുന്നത് അല്ലേ. ഈ ഡെട്രിറ്റിവോസിൻ്റെ സഹായത്തിൽ ദേ ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. ഫ്രാഗ്മെൻറ്റ്സ് നിങ്ങൾക്ക് അറിയാം എന്താണ്, ചെറിയ ചെറിയ പീസസ്. അപ്പോൾ ഡെട്രിറ്റിവോസ് അതിൽ ആക്ട് ചെയ്ത് സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫ്രാഗ്മെൻറ്റേഷൻ. വാട്ട് ഈസ് ഫ്രാഗ്മെൻറ്റേഷൻ? Detritus are broken down into smaller particles by detritivores are known as fragmentation. അതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഡെട്രിറ്റസിൽ ആദ്യം ആക്ട് ചെയ്യുന്ന ആൾക്കാർ, അവരെയാണ് നമ്മൾ ഡെട്രിറ്റിവോസ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഒന്ന് നോക്കിക്കേ ഈ പിക്ചർ. എർത്ത് വേം, നിങ്ങൾക്കറിയാം അല്ലേ, മണ്ണിര. ഫാർമേഴ്സ് ഫ്രണ്ട് എന്നാണ് മണ്ണിരയെ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അതിനെ ഫാർമേഴ്സ് ഫ്രണ്ട് എന്ന് പറയുന്നത്? കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ അല്ലെങ്കിൽ ഡെട്രിറ്റസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ആക്കുന്നതോടൊപ്പം തന്നെ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ദി ലൂസനിങ് ഓഫ് ദ സോയിൽ, മണ്ണിനെ ഇളക്കി മറിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എർത്ത് വേമിനെ നമ്മൾ ഫാർമേഴ്സ് ഫ്രണ്ട് എന്ന് പറയുന്നത്. സോ എർത്ത് വേം ആക്ട് ആസ് ഡെട്രിറ്റിവോസ്, സർട്ടൻ ഇൻസെക്ട്സ് ആക്ട് ആസ് ഡെട്രിറ്റിവോസ്, ഫംഗൈ, മില്ലിപ്പീഡ്, ഇതൊക്കെ ഡെട്രിറ്റിവോസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡെട്രിറ്റിവോസിൻ്റെ സഹായത്തിൽ ആദ്യത്തെ സ്റ്റെപ്പായ ഫ്രാഗ്മെൻറ്റേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെട്രിറ്റസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ലീച്ചിങ് അല്ലേ. ആദ്യത്തേത് ഫ്രാഗ്മെൻറ്റേഷൻ, രണ്ടാമത്തെ പ്രോസസ്സാണ് ലീച്ചിങ്. ബൈ ദ പ്രോസസ് ഓഫ് ലീച്ചിങ്, water-soluble inorganic nutrients go down to the soil and get precipitated there as unavailable salts. വെള്ളത്തിൽ ലയിക്കാൻ കപ്പാസിറ്റിയുള്ള ഇനോർഗാനിക് ന്യൂട്രിയൻസ് വെള്ളത്തിൽ ലയിച്ച് മണ്ണിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി അൺഅവൈലബിൾ സോൾട്ടുകളായി പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ലീച്ചിങ്. എന്താണ് ലീച്ചിങ്? By the process of leaching, water-soluble inorganic nutrients go down to the soil horizon and get precipitated there as unavailable salts. അതാണ് രണ്ടാമത്തെ പ്രോസസ്സ് ലീച്ചിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോസസ്സ് ഏതാണ്? യെസ്, ദാറ്റ് ഈസ് കാറ്റബോളിസം. ഇവിടെയാണ് നമ്മുടെ ബാക്ടീരിയ ആൻഡ് ഫംഗസ് ആക്ട് ചെയ്യുന്നത്. ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈംസ് ഡെട്രിറ്റസിനെ സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ്? ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈംസ് degrade detritus into simple inorganic substances and the process is called catabolism. മനസ്സിലായോ പറഞ്ഞത്? ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ് ആൻഡ് കാറ്റബോളിസം, ഈ മൂന്ന് പ്രോസസ്സുകളും ദേ ഓപ്പറേറ്റ് സൈമിൾട്ടേനിയസ്ലി ഓൺ ദ ഡെട്രിറ്റസ്. ഒന്ന് കഴിഞ്ഞ് ഒന്ന്, ആ ഒരു രീതിയിലല്ല ഈ മൂന്ന് പ്രോസസ്സുകളും ആക്ട് ചെയ്യുന്നത്. ദീസ് ത്രീ പ്രോസസ്സസ് ഓപ്പറേറ്റ് സൈമിൾട്ടേനിയസ്ലി, ഒരുമിച്ചാണ് ഡെട്രിറ്റസിൽ ഈ പ്രോസസ്സ് നടക്കുന്നത്. നാലാമത്തെ പ്രോസസ്സ് ഏതാണ്? ഹ്യൂമിഫിക്കേഷൻ അല്ലേ. ഹ്യൂമസ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ. ഡെട്രിറ്റസ് പിന്നെയും കൺവേർട്ട് ചെയ്തിട്ട് ഡാർക്ക് കളറായിട്ടുള്ള ഒരു അമോർഫസ് സബ്സ്റ്റൻസ് ആക്കി മാറും. ദാറ്റ് ഈസ് കോൾഡ് ഹ്യൂമസ്. Detritus get converted into a dark colored amorphous substance called humus. കണ്ടോ ഹ്യൂമസിൻ്റെ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്? ഹ്യൂമിഫിക്കേഷൻ, ഹ്യൂമസ് ഉണ്ടാകുന്ന ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഹ്യൂമിഫിക്കേഷൻ. അപ്പോൾ ഡെട്രിറ്റസിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റുന്നു? ഹ്യൂമസ് ആക്കി മാറ്റുന്നു. ഈ പ്രോസസ്സാണ് ഹ്യൂമിഫിക്കേഷൻ. ഹ്യൂമസ് എന്ന് പറയുന്ന ഈ ഡാർക്ക് കളേർഡ് അമോർഫസ് സബ്സ്റ്റൻസ് ഇത് എക്സ്ട്രീംലി റെസിസ്റ്റൻറ്റ് ടു മൈക്രോബിയൽ ആക്ഷനാണ്. വളരെ വേഗം
ബാക്ടീരിയൽ എൻസൈംസിനോ ഫംഗൽ എൻസൈംസിനോ ഒന്നും തന്നെ ഇതിൽ ആക്ട് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് ഹൈലി റെസിസ്റ്റൻസ് ടു മൈക്രോബ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡെട്രിറ്റസ് ഹ്യൂമസായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡീകമ്പോസിഷൻ്റെ റേറ്റ് വളരെ സ്ലോലി ആയിട്ടേ നടക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹ്യൂമസ് ഈസ് ഹൈലി റെസിസ്റ്റൻസ് ടു മൈക്രോബിയൽ ആക്ഷൻ. കൊളോയിഡൽ നേച്ചറാണ്, പരലിൻ്റെ ആകൃതിയൊന്നും അല്ല ഇതിന്. ഒരു കൊളോയിഡൽ നേച്ചർ ആയതുകൊണ്ട് തന്നെ they are reservoir of nutrients. Humus is highly ന്യൂട്രിയൻ കണ്ടൻറ്റഡ് ആണ്. ദേ ആർ ദ റിസർവോയർ ഓഫ് ന്യൂട്രിയൻസ്. അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ഹ്യൂമസിനുള്ളത്? വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഹ്യൂമസ്? ദേ ആർ എക്സ്ട്രീംലി റെസിസ്റ്റൻറ്റ് ടു മൈക്രോബിയൽ ആക്ഷൻ. So they have a very slow rate of decomposition. Being colloidal in nature, they act as the reservoir of nutrients. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഹ്യൂമസിൻ്റെ പ്രത്യേകത. The last step ഏതാണ്? ഡിക്കമ്പോസിഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് മിനറലൈസേഷൻ. ഹ്യൂമസ് ഉണ്ടല്ലേ. ഇനി ഈ ഹ്യൂമസിനെ ഫർദറായിട്ട് ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈംസ് ഡിഗ്രേഡ് ചെയ്ത് ഇനോർഗാനിക് ന്യൂട്രിയൻസ് ആക്കി സോയിലിൽ മാറ്റും. ഇതിന് പറയുന്ന പേരാണ് മിനറലൈസേഷൻ. ഹ്യൂമസ് ഈസ് ഫർദർ ഡിഗ്രേഡഡ് ബൈ ബാക്ടീരിയ ആൻഡ് ഫംഗൈ ടു ഫോം ഇനോർഗാനിക് ന്യൂട്രിയൻസ് into the soil is called mineralization. ഈ രണ്ട് പ്രോസസ്സും, the fourth and fifth process, ഏതൊക്കെ? humification and mineralization. These two processes occur inside the soil. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഒരു കോംപ്ലക്സ് ഓർഗാനിക് മാറ്ററിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കി മാറ്റി? ഇനോർഗാനിക് ന്യൂട്രിയൻസ് ആക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്തത്. ഡീകമ്പോസിഷൻ ക്ലിയർ ആയോ? ദർ ആർ സർട്ടൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ചില പ്രത്യേക ഘടകങ്ങളുണ്ട്. Decomposition is an oxygen recurring process. ഓക്സിജൻ്റെ സഹായത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ് decomposition. Rate of decomposition depends upon chemical composition of the detritus and the climatic factors. ഏത് റോ മെറ്റീരിയൽ ആണോ ഡിക്കമ്പോസിഷന് പോകുന്നത് അതാണല്ലോ ഡെട്രിറ്റസ്. ആ ഡെട്രിറ്റസിൻ്റെ കെമിക്കൽ കോമ്പോസിഷനെയും ക്ലൈമറ്റിനെയും അനുസരിച്ചിട്ടാണ് റേറ്റ് ഓഫ് ഡിക്കമ്പോസിഷൻ ഇരിക്കുന്നത്. റേറ്റ് ഓഫ് ഡിക്കമ്പോസിഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ ഡെട്രിറ്റസ് ആൻഡ് ഓൾസോ ദി ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്. നമുക്ക് നോക്കാം എന്താണെന്ന്. നോക്കൂ, ഈ ഡെട്രിറ്റസിൽ ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ കണ്ടൻറ്റ് കൂടുതലാണ് എങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ലീഫ് ഡെട്രിറ്റസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്, ബാർക്ക് ഡെട്രിറ്റസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്, ഫ്ലവേഴ്സ് ഡെട്രിറ്റസ് ആക്ട് ചെയ്യാറുണ്ട്. ഈ ഡെട്രിറ്റസിൽ ലിഗ്നിൻ്റെയും കൈറ്റിൻ്റെയും കണ്ടൻറ്റ് കൂടുതലാണ് എങ്കിൽ ഡിക്കമ്പോസിഷൻ റേറ്റ് വളരെ സാവധാനത്തിലേ നടക്കുകയുള്ളൂ. ഇൻ എ പർട്ടിക്കുലർ ക്ലൈമാറ്റിക് കണ്ടീഷൻ. പറഞ്ഞ മനസ്സിലായോ? ഇൻ എ പർട്ടിക്കുലർ ക്ലൈമാറ്റിക് കണ്ടീഷൻ decomposition rate is slower if the detritus is rich in lignin and chitin. അതേസമയം ഡെട്രിറ്റസിൽ നൈട്രജൻ ആൻഡ് വാട്ടർ സോളുബിൾ സബ്സ്റ്റൻസ് ലൈക്ക് ഷുഗേഴ്സ്, നൈട്രജൻ കണ്ടെയ്നിങ് സബ്സ്റ്റൻസോ വാട്ടർ സോളുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആയ ഷുഗേഴ്സൊക്കെ കൂടുതലുണ്ട് എങ്കിൽ ഡിക്കമ്പോസിഷൻ റേറ്റ് വളരെ വേഗം നടക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഡിക്കമ്പോസിഷൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ ഏതാണ്? ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി ഡെട്രിറ്റസ്. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഏത്? ഇഫ് ദ ഡെട്രിറ്റസ് കണ്ടെയ്ൻ ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ ദ റേറ്റ് ഓഫ് ഡിക്കമ്പോസിഷൻ വിൽ ബി സ്ലോ, അല്ലേ? ഇഫ് ദ ഡെട്രിറ്റസ് ഈസ് റിച്ച് ഇൻ നൈട്രജൻ ആൻഡ് വാട്ടർ സോളുബിൾ സബ്സ്റ്റൻസസ് ദ റേറ്റ് ഓഫ് ഡിക്കമ്പോസിഷൻ അല്ലെങ്കിൽ ദ റേറ്റ് ബിക്കം ക്യുക്കർ. മനസ്സിലായോ? ഇനി ക്ലൈമാറ്റിക് ഫാക്ടേഴ്സും എന്തിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്? റേറ്റ് ഓഫ് ഡിക്കമ്പോസിഷനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് നോക്കാം. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സായ ടെമ്പറേച്ചർ ആൻഡ് സോയിൽ മോയ്സ്ചർ, മണ്ണിൻ്റെ നനവും ടെമ്പറേച്ചറുമൊക്കെ മൈക്രോ ഓർഗാനിസംസിൻ്റെ ആക്ടിവിറ്റി അഫക്റ്റ് ചെയ്യാറുണ്ട്. മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ടിവിറ്റി അഫക്റ്റ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഡിക്കമ്പോസിഷൻ എന്ത് ചെയ്യാറുണ്ട്? അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വാം ആൻഡ്
വാം ആൻഡ് മോയിസ്റ്റ് എൻവയോൺമെൻ്റ് ആണെങ്കിൽ, അത്യാവശ്യത്തിന് ടെമ്പറേച്ചറും നനവും ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു വസ്തു അഴുകാനിട്ടാൽ വളരെ വേഗം എന്ത് ചെയ്യും, ഡിക്കമ്പോസിഷൻ നടക്കും അല്ലേ, ബ്രേക്ക് ഡൗൺ നടക്കും. അതേസമയം ലോ ടെമ്പറേച്ചറാണ് എങ്കിൽ, വളരെ നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്, കേടുകൂടാതിരിക്കാനല്ലേ. വെരി ലോ ടെമ്പറേച്ചറൊക്കെ ആണ് എങ്കിൽ ഡിക്കമ്പോസിഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും, കുറയും. ഇതാണ് പ്രത്യേകത. അപ്പോൾ ഡിക്കമ്പോസിഷൻ്റെ റേറ്റ് ഫാസ്റ്ററായിട്ട് നടക്കുന്നത് ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിലാണ്, വാം ടെമ്പറേച്ചർ ആൻഡ് മോയിസ്റ്റ് എൻവയോൺമെൻറ്റിൽ അല്ലേ. ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് വാം ആൻഡ് ഇൻ മോയിസ്റ്റ് എൻവയോൺമെൻറ്റ് ദ റേറ്റ് ഓഫ് ഡിക്കമ്പോസിഷൻ ഈസ് ഫാസ്റ്റർ ആൻഡ് ദ റേറ്റ് ഈസ് ലോവർ വെൻ ദർ ഈസ് വെരി ലോ ടെമ്പറേച്ചർ. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ഡിക്കമ്പോസിഷൻ ഈസ് ആൻ ഓക്സിജൻ റിക്വയറിങ് പ്രോസസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്സിജൻ്റെ അഭാവം ഉണ്ടെങ്കിൽ, ലാക്ക് ഓഫ് ഓക്സിജൻ ആണ് എങ്കിൽ പോലും ഡിക്കമ്പോസിഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും, കുറയും. anaerobic condition or lack of oxygen slows the rate of decomposition. അപ്പോൾ these two factors ഏതൊക്കെയാണ്, chemical composition of the detritus and climatic factors affects the rate of decomposition. മനസ്സിലായോ? ശരി. അപ്പോൾ ഡീകമ്പോസിഷൻ എന്ന രണ്ടാമത്തെ ആസ്പെക്റ്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പരിചയപ്പെടാനുള്ളത്. ഇനി ഏതാണ് മൂന്നാമത്തെ ആസ്പെക്റ്റ്, എനർജി ഫ്ലോ. നിങ്ങൾക്കറിയാം, sun is the ultimate source of energy for all ecosystem on the earth അല്ലേ. ഭൂമിയിലെ എല്ലാ ഇക്കോസിസ്റ്റത്തിൻ്റെയും സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഏതാണ്, സണ്ണാണ്. എക്സെപ്റ്റ് ഡീപ് സീ ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റം, അവിടെ സണ്ണല്ല, അവിടുത്തെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഹീറ്റാണ്. അപ്പോൾ ബോത്ത് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം ആണെങ്കിലും അക്വാട്ടിക് ഇക്കോസിസ്റ്റം ആണെങ്കിലും സൺ ഈസ് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. ഓഫ് ദ സൺസ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ, വന്നു പതിക്കുന്ന റേഡിയേഷൻസിൽ ലെസ് ദാൻ 50% മാത്രമേ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവായിട്ടുള്ള റേഡിയേഷൻ ഉള്ളൂ. On the sun's incident radiation, less than 50% is photosynthetically active radiation. ഇതിന് നമ്മൾ PAR എന്ന് പറയും, PAR. എന്താണ് PAR? Photosynthetically active radiation. Photosynthetically active radiation ഏതാണ്, ലെസ് ദാൻ 50% ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻസ്. ഈ റേഡിയേഷൻസിന് മാത്രമേ പ്ലാന്റ്സിന് ഉപയോഗിക്കാൻ പറ്റൂ. ഇതിൽ തന്നെ ലെസ് ദാൻ 50% ഉപയോഗിക്കാം, പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് പ്ലാന്റ്സ് ക്യാപ്ചർ ഓൺലി 2 to 10%. 50% വരെ ആക്റ്റീവ് റേഡിയേഷൻസ് ആണെങ്കിൽ പോലും പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത് എത്ര മാത്രമേ ഉള്ളൂ, ഓൺലി 2 to 10% ഓഫ് പാർ ആണ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് വേണ്ടി അബ്സോർബ് ചെയ്യുന്നത്. ഒന്ന് നോക്കൂ. ആൻഡ് ദിസ് സ്മോൾ എമൗണ്ട് ഓഫ് എനർജിയാണ് എൻറ്റയർ ലിവിങ് വേൾഡിനെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. നോക്കൂ, സോ സണ്ണിൽ നിന്ന് വരുന്ന എനർജിയുടെ വളരെ കുറച്ച്, ഒരു 2 to 10% ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് എനർജിയാണ് ഇറ്റ് സസ്റ്റെയിൻ ദ എൻറ്റയർ ലിവിങ് വേൾഡ്. സോളാർ എനർജി ചെടികൾ ക്യാപ്ചർ ചെയ്തിട്ട് അവ എന്ത് ചെയ്യും, ദേ കൺവേർട്ടഡ് ഇറ്റ് ഇൻ ടു കെമിക്കൽ എനർജി, എന്നിട്ട് ഫുഡിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. ഈ എനർജി എന്ത് ചെയ്യും, ഈ കെമിക്കൽ എനർജി ആണ് ഡിഫറെൻ്റ് ഓർഗാനിസംസ് ഓഫ് ദി ഇക്കോസിസ്റ്റത്തിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നത്. നമുക്കറിയാം, ഈച്ച് ആൻഡ് എവറി ഓർഗാനിസം ഡിപ്പെൻഡ് പ്ലാന്റ്സ് ഫോർ ദെയർ ഫുഡ്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഒരു ഇക്കോസിസ്റ്റത്തിലെ എല്ലാ ഓർഗാനിസവും ആഹാരത്തിന് വേണ്ടി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്ലാന്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അത് നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഗ്രീൻ പ്ലാന്റ്സിനെ നമ്മൾ എന്ത് പേരിട്ടാണ്, ഒരു ഇക്കോസിസ്റ്റത്തിലെ ഗ്രീൻ പ്ലാന്റ്സിനെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത്, ദേ ആർ കോൾഡ് പ്രൊഡ്യൂസേഴ്സ്.
The green plants in ecosystem are called producers. രണ്ട് തരം ഇക്കോസിസ്റ്റമാണ് നമുക്കുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം ആൻഡ് അക്വാട്ടിക് ഇക്കോസിസ്റ്റം. അപ്പോൾ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണ്? യെസ്, ഹെർബേഷ്യസ് ആൻഡ് വുഡി പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസേഴ്സ് ഇൻ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം. അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണ്? ഫൈറ്റോപ്ലാങ്ക്ടൺസ്. അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ കാണുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ഫൈറ്റോപ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. ദേ ആർ ഫൈറ്റോപ്ലാങ്ക്ടൺസ്, ആൽഗെ ആൻഡ് ഹയർ പ്ലാന്റ്സ് ഇൻ അക്വാട്ടിക് എൻവയോൺമെൻറ്റ് ആക്ട് ആസ് ദി പ്രൊഡ്യൂസേഴ്സ് അല്ലേ? അപ്പോൾ സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജിയെ ഗ്രീൻ പ്ലാന്റ്സ് കൺവേർട്ട് ചെയ്ത് കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു. സോ ദേ ആർ കോൾഡ് പ്രൊഡ്യൂസേഴ്സ്. ഇനി പ്രൊഡ്യൂസേഴ്സിനെ, പ്ലാന്റ്സിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ആനിമൽസിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? കൺസ്യൂമേഴ്സ്. പ്ലാന്റ്സ് ആർ ഓൺലി ദ ഓട്ടോട്രോഫ്സ് അല്ലേ? പ്ലാന്റ്സ് ആൻഡ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആൻഡ് കീമോസിന്തറ്റിക് ബാക്ടീരിയ ആർ ഓൺലി ദി ഓട്ടോട്രോഫ്സ്. ദേ ക്യാൻ ഓൺലി പ്രിപ്പയർ ദ ഫുഡ് മെറ്റീരിയൽസ്. അതുകൊണ്ടാണ് നമ്മൾ അവയെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. പ്ലാന്റ്സിനെ ആഹാരത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആനിമൽസിനെ നമ്മൾ എന്താ പറയുന്നത്? ദേ ആർ കോൾഡ് കൺസ്യൂമേഴ്സ്. The animals depend on plants for their food needs are called consumers or heterotrophs. Heterotrophs എന്നവയെ പറയാൻ കാര്യം എന്താണ് കൺസ്യൂമേഴ്സിന്? ബിക്കോസ് they depend on plants. They cannot prepare their own food. So they are heterotrophs. കൺസ്യൂമേഴ്സിനെ നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നും സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്നും ടേർഷറി കൺസ്യൂമേഴ്സ് എന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രൈമറി കൺസ്യൂമേഴ്സ്? ആനിമൽസ് ഫീഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ്. ഡയറക്റ്റായിട്ട് പ്ലാന്റ്സിനെ ആഹാരമാക്കുന്ന ആനിമൽസിന് പറയുന്ന പേരാണ് പ്രൈമറി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ ആദ്യത്തെ ഘട്ടം പ്രൈമറി കൺസ്യൂമേഴ്സ്. പ്ലാന്റ്സിനെ ഡയറക്റ്റായിട്ട് ആഹാരമാക്കുന്ന ആനിമൽസിനെ നമുക്ക് മറ്റൊരു പേര് വിളിക്കാമല്ലോ. എന്താണ്? ഹെർബിവോഴ്സ്. അപ്പോൾ ഹെർബിവോഴ്സ് ആർ പ്രൈമറി കൺസ്യൂമേഴ്സ്. ഹെർബിവോഴ്സ് ആണ് ആര്? പ്രൈമറി കൺസ്യൂമേഴ്സ്. അപ്പോൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്തായിരിക്കും? യെസ്, ആനിമൽസ് ഫീഡ് ഓൺ ഹെർബിവോഴ്സ് ആർ കോൾഡ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഹെർബിവോഴ്സിനെ ആഹാരമാക്കി എടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ടേർഷറി കൺസ്യൂമേഴ്സ്? Animals feed on secondary consumers are called tertiary consumers. അപ്പോൾ consumers may be primary consumers, secondary consumers or tertiary consumers. ഇനി സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ആനിമൽസ് ഫീഡ് ഓൺ ഹെർബിവോഴ്സ് അല്ലേ? ഹെർബിവോഴ്സിനെ ആഹാരമാക്കുന്ന ആൾക്കാരെ സാധാരണ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കാറുണ്ട്? യെസ്, കാർണിവോഴ്സ് എന്ന് വിളിക്കാറുണ്ട് അല്ലേ? അപ്പോൾ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്താണ്? സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആർ പ്രൈമറി കാർണിവോഴ്സ്. മാറിപ്പോകരുത്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആർ പ്രൈമറി കാർണിവോഴ്സ്. അപ്പോൾ ടേർഷറി കൺസ്യൂമേഴ്സോ? ടേർഷറി കൺസ്യൂമേഴ്സ് ആർ സെക്കൻഡറി കാർണിവോഴ്സ്. ഒന്നും കൂടി ഞാൻ പറയാം. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആണ് അല്ലേ? പ്രൊഡ്യൂസേഴ്സിനെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് 3 തരത്തിലുണ്ട്. പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആൻഡ് ടേർഷറി കൺസ്യൂമേഴ്സ്. എന്താണ് പ്രൈമറി കൺസ്യൂമേഴ്സ്? പ്രൈമറി കൺസ്യൂമേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ പ്ലാന്റ്സ് ഓർ അവയെ നമുക്ക് എന്ത് പേരിട്ടും വിളിക്കാം? ഹെർബിവോഴ്സ് എന്നും പറയാം. ഇനി എന്താണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്? ആനിമൽസ് ഫീഡ് ഓൺ ഹെർബിവോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സിൻ്റെ മറ്റൊരു പേരാണെന്ത്? പ്രൈമറി കാർണിവോഴ്സ്. ടേർഷറി കൺസ്യൂമേഴ്സ് എന്താണ്? ആനിമൽസ് ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആർ കോൾഡ് ടേർഷറി കൺസ്യൂമേഴ്സ്. ടേർഷറി കൺസ്യൂമേഴ്സ് ആർ ഓൾസോ നോൺ ആസ് സെക്കൻഡറി കാർണിവോഴ്സ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലോ ഓഫ് എനർജി നമ്മൾ നോക്കിയാൽ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയാക്കി പ്ലാന്റ്സ് കൺവേർട്ട് ചെയ്യുന്നു. പ്ലാന്റ്സിനെ നമ്മൾ സ്വന്തമായി
ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവയെ ഓട്ടോട്രോഫ്സ് എന്നും പ്രൊഡ്യൂസേഴ്സ് എന്നും പറയുന്നു. പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ആഹാരത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഹെട്രോട്രോപ്സിന് നമ്മൾ കൺസ്യൂമേഴ്സ് എന്നും പേരിട്ടു അല്ലേ. അങ്ങനെ ഓരോ ഇക്കോസിസ്റ്റത്തിലും നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും, ഒരു പ്രൊഡ്യൂസേഴ്സിൽ നിന്നും പ്രൈമറി കൺസ്യൂമറിലോട്ട് പോകുമ്പോഴും പ്രൈമറി കൺസ്യൂമറിൽ നിന്നും സെക്കൻഡറി കൺസ്യൂമറിലോട്ടും സെക്കൻഡറി കൺസ്യൂമറിൽ നിന്നും ടേർഷറി കൺസ്യൂമറിലോട്ടും ദർ ഈസ് ഫ്ലോ ഓഫ് എനർജി. നോ എനർജി ഈസ് ട്രാപ്ഡ് ഇൻ ടു ആൻ ഓർഗാനിസം. ഓരോ ഓർഗാനിസം ഈ ഓരോ ഘട്ടത്തിലും എനർജി എന്ത് ചെയ്യുന്നില്ല, ട്രാപ്പ് ചെയ്ത് വെക്കുന്നില്ല. The energy trapped by the producers passed on to the primary consumer. From primary consumer, the energy passed on to the secondary consumer. അങ്ങനെ എനർജി എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, പാസ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദർ ഈസ് എ യൂണിഡിറക്ഷണൽ ഫ്ലോ ഓഫ് എനർജി അല്ലേ. സണ്ണിൽ നിന്നും ദർ ഈസ് ഫ്ലോ ഓഫ് എനർജി ടു ദി പ്ലാന്റ്സ് or to the producers. From producers, the energy flows into the consumers. There is a unidirectional flow of energy from the sun to the producers and from the producers to the consumers. Clear ആയോ പറഞ്ഞത്? ശരി. അപ്പോൾ എനർജി, there is a unidirectional flow of energy from sun to the producers and from the producers to the consumers. ഫുഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴിയാണ് എനർജി നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അല്ലേ. ഈ ഒരു ട്രാൻസ്ഫർ എന്നെ നമ്മൾ പറയുന്ന പേരാണ് ഫുഡ് ചെയിൻ. ഫുഡ് ചെയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. വാട്ട് ഈസ് ഫുഡ് ചെയിൻ? It is the transfer of food from producers through a series of organisms by the process of eating and being eaten. ഞാനൊരു ഫുഡ് ചെയിൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്ന് നോക്കിക്കേ ഈ ഒരു ഡയഗ്രാം. പ്രൊഡ്യൂസേഴ്സ് അല്ലേ, ഗ്രാസസ് ആണ് ഇവിടെ പ്രൊഡ്യൂസേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഗ്രാസസിൽ നിന്നും ഫുഡ് എടുക്കുന്നത് വഴി, ഗ്രാസസിനെ കഴിക്കുന്നത് കൊണ്ട് പ്രൈമറി കൺസ്യൂമറായ റാബിറ്റിലോട്ട് എനർജി പാസ് ചെയ്യുന്നു അല്ലേ. പ്രൈമറി കൺസ്യൂമറായ നമ്മുടെ റാബിറ്റിനെ ആരാഹാരമാക്കുന്നു, ജാക്കൽ. അപ്പോൾ ജാക്കൽ ആക്ട് ആസ് ദി സെക്കൻഡറി കൺസ്യൂമർ. ഫ്രം ജാക്കൽ ദ എനർജി ട്രാൻസ്ഫേഴ്സ് ഇൻ ടു ദ ടേർഷറി കൺസ്യൂമർ. ആരാണ്? ടൈഗർ. ടൈഗർ ആക്ട് ആസ് ദ ടേർഷറി കൺസ്യൂമർ. അപ്പോൾ ഇതാണ് ഒരു ഫുഡ് ചെയിൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? 2 ആസ്പെക്ട്സ് അല്ലേ. ഒരു ഇക്കോസിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഒറ്റ യൂണിറ്റായിട്ടാണ് ഒരു ഇക്കോസിസ്റ്റത്തിലെ ഫങ്ഷൻസ് ആക്ട് ചെയ്യുന്നത്. അത് 4 ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകളിലാണ്. അതിൽ 2 ആസ്പെക്റ്റുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ദേ ആർ ഡികമ്പോസിഷൻ ആൻഡ് എനർജി ഫ്ലോ. ഡികമ്പോസിഷൻ എന്താണെന്ന് മനസ്സിലാക്കി, ഡികമ്പോസിഷൻ്റെ 5 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമ്മൾ മനസ്സിലാക്കി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആ ഡികമ്പോസിഷൻ എന്താണെന്നും മനസ്സിലായി. എനർജി ഫ്ലോ, എങ്ങനെയാണ് ഒരു ഇക്കോസിസ്റ്റത്തിൽ എനർജി ഫ്ലോ ചെയ്യുന്നത് എന്നതാണ് എനർജി ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു അസൈൻമെൻ്റ് ആണ്. ഡിഫൈൻ ഡികമ്പോസിഷൻ ആൻഡ് ഡിസ്ക്രൈബ് the different processes and products of decomposition. Define decomposition and describe the different processes and products of decomposition. Second one, give an account of energy flow in an ecosystem. Give an account of energy flow in an ecosystem. Thank you.